ഹലോ ഗൈസ്, കെട്ടി ഒരുങ്ങി ഹെൽമെറ്റും വെച്ച് വീടൊക്കെ പൂട്ടി ചാടിത്തുള്ളി എങ്ങട്ടാ പോണേന്നല്ലേ? വരൂ. ലക്ഷ്യം പ്ലേ എടപ്പള്ളി ലുലു ആണെങ്കിൽ ഇടയ്ക്ക് 1-2 സ്റ്റോപ്പ് ഹെയർ കട്ടിനും ഫുഡ് അടിക്കായിട്ട് നിർത്തും. ഹെയർ കട്ട് എനിക്കല്ല കേട്ടോ, അബിക്കാണ്. നാട്ടിൽ നിന്ന് മുടി വെട്ടി ശീലമായോണ്ട് ഇവിടെ വലിയ പിടുത്തൊന്നുമില്ല. എന്നാലും തെരഞ്ഞങ്ങ് കണ്ടുപിടിക്കാൻ അങ്ങനെ ആദ്യം ഒരു ഷോപ്പ് കയറിയപ്പോൾ ഓൾക്ക് അവിടെ ഭയങ്കര തിരക്ക്, ഒരു ക്ലോസ് ആക്കാണെന്ന് പറഞ്ഞു. അവിടെ നിന്ന് കുറ്റിയും പറിച്ചു പോന്നപ്പോൾ വേറൊരു ഷോപ്പ്, അവിടുത്തെ ഭായിമാര് ഓക്കെ പറഞ്ഞു. 2 ആൾ കഴിഞ്ഞടുത്ത് ഞങ്ങളാണ്. പിന്നെ മുടി വെട്ടാൻ കയറി. ഞാൻ അവിടെ കയറിയത് ഇതിന്റെ ഇടയിൽ നല്ല വിഷപ്പുണ്ട്. അങ്ങനെ മുടിവെട്ടൽ അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഞാനിവിടെ പോസ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ആകെയുള്ളൊരു പേടി പറഞ്ഞാൽ ഈ ചെങ്ങായി മുടിയും താടി എന്താക്കി വെക്കുന്നുള്ളതായി. ഓന്റെ കഴിവിന്റെ മാക്സിമം ശ്രമിച്ചെങ്കിലും നമ്മളെ ചെങ്ങായിക്ക് അത് വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല. നാട്ടിൽ നിന്ന് സലീംക്ക വെട്ടുന്ന അത്ര ഇല്ല എന്നാണ് മുപ്പര വരാത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ പോയി. തൊട്ടപ്പുറത്തുള്ള താൽ കിച്ചൺ. വേറെ എവിടെ എത്താനുള്ള ക്ഷമ എനിക്കില്ലേ. അതിന്റെ ഇടയിൽ ഓന് ജ്യൂസ് വേണം. അത് ഞാൻ തന്നെ പോയി എടുക്കണം. ഇത് എന്റെ സ്ഥിരം പരിപാടിയാണ്. പിന്നെ ഞാനൊരു പാവായതുകൊണ്ട് എടുത്തെടുത്തു. നമ്മളെ കണ്ണൂർ കോക്ടെയിൽ പോലത്തെ ഒരു സാധനം. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഫുഡ് വന്ന് കഴിച്ച് തുടങ്ങിയപ്പോഴാണ് വീഡിയോ എടുക്കാനുള്ള കാര്യം മറന്നുപോയത്. അപ്പോൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ ഇതൊക്കെയാണ്: ചപ്പാത്തി, ബീഫ് ഒലത്തിയത്, 1 പീസ് അൽഫാം, 2 പൊറോട്ട. ഇപ്പം 2-3 ദിവസമായിട്ട് പൊറോട്ടയും അൽഫാമും മയോണൈസും കൂട്ടി അടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നിന്ന് മുന്നേ ഒരു പ്രാവശ്യം ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യം പോയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ആ ബീഫ് ഒരു ചെറിയ മധുരമൊക്കെ ആയിട്ട് അത്യാവശ്യം സ്പൈസി ഒക്കെ ആയിട്ട് ഒരു അടിപൊളി സാധനം. പിന്നെ ഇപ്പം എന്താ അണ്ണാക്കിലേക്ക് അങ്ങോട്ട് തട്ട് തന്നെ. പിന്നെ ഇപ്പം കുറച്ചായിട്ട് തുടങ്ങിയൊരു ശീലാണ് കട്ടൻ ചായ കുടിക്കല്. പാൽ ചായ ഭയങ്കര ഹെവി ആയിട്ട് തോന്നും. ഇത് കുടിക്കുമ്പോൾ ഒരു മൈൽഡ് ഫീലാണ്. ആൻഡ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ലുലുവിലേക്ക് വിട്ടു. ഇതിപ്പോൾ മെയിൻ ആയിട്ട് ലുലുവിലേക്ക് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് അരി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അരി തീർന്നിട്ട് ഏകദേശം ഒരാഴ്ചയായി. അത് കാരണം കഴിഞ്ഞ ഒരാഴ്ച ഞങ്ങൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ വിചാരിക്കും അരി വാങ്ങാൻ പൈസ ഇല്ലാഞ്ഞിട്ടാണെന്ന്. അല്ല, അരി വാങ്ങാനുള്ള പൈസയൊക്കെ ഉണ്ട്. പിന്നെന്താ കാരണം? മടി. നാട്ടിലെ കുറുവ റൈസിന് ഇത്രയ്ക്ക് ഡിമാൻഡാണെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. ഇവിടെ അധികവും കുറുവയ്ക്ക് പൊന്നിയിലുണ്ടായ ഒരു അരിയാണ് മെയിൻ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അരി വാങ്ങാനുള്ള മോഹമായിട്ട് എത്തിപ്പെട്ടത് എവിടെയാണെന്ന് നോക്കൂ. തിരക്ക് എന്ന് പറഞ്ഞാൽ ഇജ്ജാതി തിരക്ക്. ഒരു കാലെടുത്ത് വെച്ചാൽ മറ്റേ കാലം എവിടെ വെക്കണമെന്ന് തിരയണം. മര്യാദയ്ക്ക് ഒരു ട്രോളി പോലും കിട്ടാനില്ല. അങ്ങനെ നിന്നപ്പോഴാണ് അവിടുത്തെ നല്ലവനായ സെക്യൂരിറ്റി ചേട്ടൻ എവിടുന്നോ ഒരു ട്രോളി എടുത്തുകൊണ്ട് തന്നത്. ഇനിയിപ്പോൾ ട്രോളി കിട്ടിയെന്ന് പറഞ്ഞാലും സാധനം കിട്ടിയെന്ന് പറഞ്ഞാലും കാര്യമില്ല. ആ ബില്ലടിക്കാനുള്ള വരി ഉണ്ടാ തന്നെ ഏകദേശം ബോധം പോകും. ഇവിടെ ഇത്രയും തിരക്ക് പൊതുവേ ഉള്ളതാണെങ്കിലും ഇന്നത്തെ തിരക്കിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ ഒട്ടുമിക്ക സാധനങ്ങൾക്കും 50% ഓഫാണ്. കോഴിക്ക് കിലോ 360 രൂപ. അപ്പൊ പിന്നെ മീൻ വാങ്ങാന്ന് വിചാരിച്ച് മീനിനായാലും വില. എന്തായാലും കുഴപ്പമില്ലാന്ന് വിചാരിച്ച് 2 കൽപ്പിച്ച് പ്രോൺസ് വാങ്ങി. അത് ഓരോന്നെ ക്ലീൻ ചെയ്ത് തരികയും ചെയ്തു. ഇത്രയും തിരക്കായതുകൊണ്ടാണോ എന്നറിയില്ല, AC ഒന്നും ഏക്കുന്ന പോലും ഇല്ല. ചൂടെടുത്തിട്ട് പിന്നെ അയച്ചിട്ട് മുടിയൊക്കെ എടുത്ത് അങ്ങോട്ട് വാരി കെട്ടി. അങ്ങനെ അതും വാങ്ങി നമ്മളെ മെയിൻ സാധനമായ കുറുവയും വാങ്ങി. ഇനിയാണ് ഏറ്റവും വലിയ ടാസ്ക്, ഈ ക്യൂ, ബില്ലടിക്കാനുള്ള ക്യൂ. അങ്ങനെ എങ്ങനെയോ വരി നിന്ന് ബില്ലടിച്ച് വീട്ടിൽ പോയി ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഇനി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന്